അലി സക്കാഫിനോടും പിന്നെ എ പി ഉസ്താദിനോടും അതുപോലുള്ളതായിരിക്കുന്ന വണ്ടിയന്മാരോടും ദേഷ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിളിച്ചാടില്ല? ദേഷ്യം പിടിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മറ്റേ ഹുസൈൻ സൈഫിന്റെ നാലാളിന്റെ അടുത്ത് അപ്പുറം അയാളൊക്കെ പറയുന്ന അയാൾ അവിടെ ചെന്ന വലിയ തലയെക്കെട്ടും വലിയ തൊപ്പിയും വലിയ താടിയും. ഇവിടെ കുത്തുബേലി സയ്യിദിന എന്ന് പറഞ്ഞു. ഞാൻ കുത്തുബ് ഓതുമ്പോ സയ്യിദിന എന്ന് പറഞ്ഞു. അല്ലോ മൗലവി സയ്യിദിന പറയരുതോ, നിങ്ങൾ കുത്തുബൊക്കെ ശരിയാക്കി റസൂലുള്ളാഹിനെ നമ്മൾ നേതാവാന്ന് പറയാൻ പാടില്ല, കുത്തുബേലില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അബ്ദുറഹ്മാൻ സാരിയല്ലേ ഗൾഫിൽ ഇങ്ങനെ കുത്തുബ് പോകുന്ന അഹമ്മദാ സെന്ററിന്റെ അടുത്തുള്ള പള്ളിക്കല് റഹ്മാനായ തമ്പുരാൻ ഞാൻ മൂപ്പരെ കണ്ട പറഞ്ഞില്ല. കാരണം വലിയ പാൻറ്റും വരാത്ത ആര്യൊക്കെ പിടിച്ചു പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് അണ്ടർ കമ്മീസാക്കി വരുന്ന ആളുണ്ട്. വലിയ ജുബ്ബ, വലിയ മറ്റേ പന്തൂറ, അതിന്റെ മുകളിൽ പിന്നെ ഒന്ന് കറുത്ത പുതപ്പ്, പിന്നെ വേറെ ഒന്ന് കൂടെ പിന്നെ ആണത്തുണ്ടാപ്പോ അണ്ടടു ഇതല്ല മുനാഫിക്കൻ സ്വഭാവമല്ലത്. അവിടെ ചെല്ലുമ്പോ ഒന്ന് ഇവിടെ ചെല്ലുമ്പോ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഞാൻ ഇറങ്ങിയപ്പോ ചോദിച്ചു, എന്താ ചങ്ങായി ഇതെന്ന് ചോദിച്ചു. നമ്മൾ സയ്യിദിനെ പറയാൻ പാടില്ല, ഇവിടെ അറബികൾക്കും വേണ്ടി സയ്യിദിനെ പറയാൻ ഒയ്യാലക്കുല്ലതിനാമന് ഇപ്പൊ കണ്ടില്ല അബ്ബൻ ചെയ്തിരിക്കണ പണി എമ്മൊക്കെ പറയും. എനിക്ക് അസേന എടുത്ത് കാണിച്ചു തന്നെ, അസേന എടുത്ത് കാണിച്ചു തന്നെ. അബുദാബിയിലെ ഷെയ്ഖ് സായിദിന്റെ UAE പ്രസിഡന്റിന്റെ 5ാം ചരമവാർഷികത്തിൽ മൗലിദോടും ഔറാദുകളെ കൊണ്ടും അദ്കാറുകളെ കൊണ്ടും വളരെയധികം മഹത്തായ സദസ്സിൽ അക്ബർ എന്ന് അറബികളെന്ന് ഗായകണം മൗലൂദിൽ ഇരുന്നിട്ട് ഇർത്തക്കബത്ത് ഇങ്ങനെ പാടി. ആ പാടുന്ന മജിലിസിൽ ഇരുന്ന് കായ് വാങ്ങി വന്ന് പോട്ടുണ്ട്. ഉസ്താദിന്റെ അടുത്ത് ഉണ്ടാവാ, അസേന്റെ അടുത്ത് അല്ല നമ്മളെ റഫീഖ് ആയസിന് കാണിച്ചെന്ന് ഞാൻ വായിച്ചത്. മുനാഫിഖിന്റെ സ്വഭാവം ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ ഐറ്റം. എന്നിട്ട് ഈ കുട്ടിക്ക് പിന്നെ ഒന്നും തിരിയാതെ, ഈ പെൺകുട്ടികളാണെങ്കിൽ 5ാം ക്ലാസ്സിൽ നിന്ന് പോയാൽ ആ കുട്ടിക്ക് ഖുർആൻ ഓതാൻ പറ്റും. എന്റെ മകളെ ഞാൻ 5ാം ക്ലാസ്സിൽ ചേർത്ത് 4ാം ക്ലാസ് ഞാൻ സുന്നിയായതിന് ശേഷം ആ കുട്ടിനെ 2ാമത് ചേർത്ത് പഠിപ്പിച്ചു. അവള് ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു. പിന്നെ കുറച്ച് എന്റെ പിന്നെ പഴയ കാലത്ത് ഖുർആന്റെ ഖായിദ പ്രകാരം ഓതാൻ വേണ്ടി ഞാനും കൂടി പഠിപ്പിച്ചിട്ട് ആ കുട്ടിനെ തേടി. അയച്ചെങ്കിൽ പെൺകുട്ടികൾക്ക് അവർ ശുദ്ധീകരിക്കേണ്ട ഹൈറുണ്ടായാൽ എങ്ങനെ ശുദ്ധിയാക്കണം, നിഫാസ് ഉണ്ടായാൽ എങ്ങനെ ശുദ്ധിയാക്കണം, നിശ്ചയാത്ത് ഉണ്ടായാൽ എങ്ങനെ ശുദ്ധിയാക്കണം പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾ സംസ്കാരത്തിന്റെ 16 ഫർളുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ എത്ര ഫർളാണ് നിങ്ങൾ മനസ്സിലാക്കി പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്? വികൃതവും മോശവുമായിരിക്കുന്ന ഒരു ആശയത്തിന് വേണ്ടിയിട്ട് അല്ലേ നിങ്ങൾ നടത്തുന്നത്? ഈ കുട്ടികൾ വളർന്നു വന്നാൽ നിങ്ങൾ എവിടെ കുട്ടികൾ, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ആര് കൊണ്ടടക്കും? ഇപ്പൊ ആ തല മുതിർന്ന കുറച്ച് AP അബ്ദുൽ ഖാദർ മൗലവിനെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ആഴ്ചകളെ വാപ്പാരൊക്കെ നല്ല സുന്നി പണ്ഡിതന്മാരായിരുന്നു പഴയ കാലത്ത്. ആഴ്ചകൾ വേണ്ടി തെരിച്ചാൽ പിന്നെ ഒരു അക്ഷരം പറയാൻ പറ്റുക, ഒരക്ഷരം ഖുർആന്റെ ഹദീസിന്റെയോ അടിസ്ഥാനത്തിൽ ഒരക്ഷരം പറയാൻ പറ്റിയ ഒരു മനുഷ്യൻ ഇല്ല. അപ്പൊ എന്ത് മനസ്സിലാക്കണം? നമ്മൾ നോക്കി ഓരോ മർക്കസിലേക്കും നിങ്ങൾ പോയി നോക്കൂ. ആയിരക്കണക്കിൽ കുട്ടികൾ, 10,000കണക്കിൽ കുട്ടികൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചു വളരുക. നിങ്ങൾ ഏത് കോളേജിലാ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് എവിടെയാണ് ഖുർആൻ പഠിപ്പിക്കാൻ ഒരു കോളേജ്? നിങ്ങൾ കുട്ടികൾ ആരാ കടിക്കാൻ പോണത്? അഫ്ദൽ ഉലമ കേട്ടാ വിചാരിക്കുള്ള പണ്ഡിതന്മാരിൽ ഉന്നതർ ബഹുമാനപ്പെട്ട സമയം എന്തായിരിക്കണം, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ ഇരിക്കുകയാണ്. ഇതിന്റെ സമയം വളരെ ദീർഘിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന അഫ്ദൽ ഉലമയിൽ എന്തെങ്കിലും ഇസ്ലാമിനെ പറ്റി പഠിക്കുന്ന കർമ്മശാസ്ത്രത്തെ പറ്റിയോ അതുപോലെ ജീവിതത്തിൽ അവൻ കൊണ്ടുനടക്കേണ്ട കാര്യങ്ങളെ പറ്റിയോ വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ? അപ്പൊ ഒന്നും പഠിപ്പിക്കാതെ, ഒന്നും മനസ്സിലാക്കാതെ പൊട്ടൻ ആനെ കാണാൻ പോയാൽ ഇസ്ലാമിനെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് വിനയത്തിന്റെ വാശിയിൽ എന്റെ ഈ പ്രഭാഷണം കേട്ട എന്റെ ആ പ്രസ്ഥാന ഭാഗത്ത് നിൽക്കുന്ന തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഹിദായത്തിന്റെ പാതിയിലേക്ക് വരണം. നാച്ചാൽ സമയത്തും പോലെ ആ കബീറത്തിന് എല്ലാ ആ കിതാബ് തരുമ്പോൾ നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മൾ ഹക്കിന്റെ മാർഗമില്ല, നമ്മൾ പേച്ചുപോയ മാർഗത്തിലാവരുത്. ഏതെങ്കിലും സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഇവിടെ സംസാരിച്ചപ്പോൾ മറ്റേ ചാവക്കാട്ടിനപ്പുറം കൂരിക്കുയി തങ്ങളെ അവിടെ എന്നെ കൊണ്ടുവരുന്നു പ്രഭാഷണത്തിന്. അപ്പൊ അവിടുന്ന് ഞാനും മമ്പീരി ആഴ്ചയും കൂടിയും കാറിൽ ചേരുമ്പോ ഒരു കുട്ടി വന്ന് എന്റെ കൈ പിടിച്ച് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഇതുവരെ മുജാഹിദ് തന്നെയാണ്, നിങ്ങളെ പ്രസംഗം കേട്ട് ഇനി മുതൽ ഞാൻ നിൽക്കൂലെത്താ. ഞാൻ ആ കുട്ടിയെ കൈ പിടിച്ച് തലയോടി പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകട്ടെ. അതുപോലെ വല്ലവരും ഉണ്ടെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വേഗം ഒഴിവാകണം. അള്ളാഹു നമ്മൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കുറച്ചു നിന്ന് ജീവിച്ച് ഈമാനോട് മരിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.